എനിക്ക് ചിരി വന്നി. അയ്യേ, എത്ര പൈസ ഉണ്ടെന്നോ നിങ്ങൾക്ക്? ഇങ്ങനെ കോല കെട്ടി നടക്കുന്നുകള്. ഞാൻ കാര്യം കേട്ടോ, ഈ കുറെ നാൾ കാണാനില്ലായിരുന്നു. ഈ മണിച്ചേന്റെ പരിപാടി തുടങ്ങിയ നീ വെറുതെ കളിയാക്കല്ല, എന്റെ കയ്യിൽ നിന്ന് പോകും. അടുത്ത ആഴ്ച എനിക്കൊരു ബൈക്ക് കിട്ടി, നിങ്ങൾ ഇത് ചേർന്നു. നീ കളിയാക്കല്ല എന്റെ. അല്ല പിന്നെ ഈ ചേരത്തട്ടസിടേണ്ട കാര്യമില്ലല്ലോ ഇത്. എടുത്തില്ല, ഞാനേ ഒരു ക്യാരക്ടർ പിടിച്ചേക്കണെന്ന്. നമ്മുടെ ക്യാരക്ടർ വിട്ടു പോരുത്. അല്ല എന്താണ് സംഭവം? എന്നെ ഈ കോട്ട് വിട്ട് കയറ്റി മേക്കപ്പും ചെയ്ത് എനിക്ക് വെളിയിറങ്ങുന്നതാണ് കിടന്നേ. എനിക്കാണ് ഇരിക്കപ്പുറത്ത് ഇല്ലടാ, നാണായിട്ടും പാടില്ലെന്നേ. നമ്മുടെ ഷോ വെച്ച് നോക്കുമ്പോ നമ്മളൊരു ആറ്റിറ്റ്യൂഡ് വേണം. നല്ല ആറ്റിറ്റ്യൂഡിൽ നിൽക്കണം, ടെററായിരിക്കണം, വയലൻസ് ആയിരിക്കണം. എനിക്ക് അങ്ങനെ ഒന്നും പറ്റൂല. ഇങ്ങനെ വയലൻസ് ഒന്നും അത് ശരിയാവില്ല, അത് പറ്റൂല. ഷോ മുമ്പോട്ട് കൊണ്ട് നീ വയലന്റ് ആയേ പറ്റുള്ളൂ. എങ്ങനെ വയലന്റ് ആവും? എന്നെ കൊണ്ട് പറ്റുമൊന്നുമില്ല. എനിക്ക് ഈ പേയ്മെന്റ് ഇല്ലെന്ന് പറഞ്ഞ ആഴ്ച പിടിച്ച ചബരിയുടെ ഇത് വന്നാ മതി. ആറ്റിറ്റ്യൂഡ് പിടിക്കേ. അതെ, ഇനി ഇവിടെ കളിയും തമാശയൊന്നും ഇല്ലട്ടാ. അതെന്തൊരു പേരാണ് കോമഡി പരിപാടി എന്ന് പറഞ്ഞിട്ട് കളി തമസിക്കുകയാണ് ചുമ്മാ. ആറ്റിറ്റ്യൂഡ് വിടല്ലേന്ന്. ഇല്ല, അത് പിന്നെ കോമഡി ഒന്നും ഇല്ലെന്ന്. പിന്നെ കോമഡി പരിപാടി എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ പറഞ്ഞ കോമഡി വേണം. വേണം, പക്ഷെ നമ്മൾ ടെററായിരിക്കണം. എന്താ നോക്കണത്? എന്താ നോക്കണേ? എന്താ തമാശ എഴുതി വെച്ചേക്കണത്? തമാശ എഴുതി വെച്ചേക്കണത് പിന്നെ ഇവരുടെ അടുത്ത് പറഞ്ഞ് ഷൈൻ ചെയ്യാമല്ലോ. ഏടാ, ഈ ഇരിക്കണത് ആരാന്നറിയാമോ? ഇല്ല, സ്റ്റാൻഡപ്പ് കോമഡി രാജാക്കന്മാരാ. അത് പൊളിക്കും. അതെ, അത് പൊളിക്കും. നീ ഇങ്ങനെ കാണിച്ചാ ഞാൻ വയലന്റ് ഔട്ടാ. നിങ്ങൾ വയലന്റ് ആയാൽ ഞാൻ സൈലന്റ് ആവും. എന്താ എണീറ്റത് കണ്ടാ പിള്ളേര്? അതെ, ബഹുമാനം കൊണ്ടാ. അവരെക്കാളും പ്രായം മൂത്ത കോമഡി ഇവിടുന്ന് വന്നോണ്ടാ. നിർത്തണ്ടായിരുന്നു. എന്താ ഈ കോമഡി ഞാൻ അവിടെ പറഞ്ഞ് പിള്ളേരെ ചിരിപ്പിച്ചാണ്. അവിടെ തന്നെ കുഴിച്ചു മൂടിട്ട് പോന്നാ മതിയായിരുന്നു. നിങ്ങൾ പേടിക്കണ്ടേട്ടാ, ഈ തരത്തിലുള്ള കോമഡി ഇനി വരില്ല. നിങ്ങൾ ഇനി എഴുന്നേക്കേണ്ടി വരില്ല. നീ കണ്ടതിൽ വെച്ച് വയലന്റ് ആയിട്ടുള്ള ഏറ്റവും വലിയ സിനിമ ഏതാ? കിന്നാരത്തുമ്പി. അയ്യേ, കിന്നാരത്തുമ്പി. വയനാരത്തുമ്പി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ സൈക്കോയോ ആണ്. അല്ല, പടം കുഴപ്പമില്ലായിരുന്നു, പക്ഷെ പടത്തിന് ശേഷമായിരുന്നു വയലന്റ്. എന്ത്? ഞാൻ പടം കണ്ടിട്ട് വീട്ടിൽ പോയി ടിക്കറ്റ് പോക്കറ്റ് കിടക്കായിരുന്നു. ഷർട്ട് കഴിവാൻ വേണ്ടി അമ്മ എടുത്തു, ടിക്കറ്റ് കണ്ടുപിടിച്ചു, അച്ഛൻ്റെ കൊടുത്തു. അച്ഛൻ തല്ലി, നാട്ടുകാരറിഞ്ഞു, മാമമ്മന്ന് തല്ലി, ബന്ധുക്കൾ തല്ലി. സ്കൂളിൽ പോകാൻ പറ്റാത്ത അവസ്ഥ. 8ാം ക്ലാസ് പഠിച്ചപ്പോഴുള്ള സംഭവമാണ്. സ്കൂളിൽ പോകാൻ പറ്റാത്ത നാട്ടു പ്രിൻസിപ്പൾ പറഞ്ഞ ആകപ്പാടെ പിന്നെ എന്നെ കണ്ടാൽ ഒരു വൃത്തികെട്ട ജീവി പോലായിരുന്നു എന്നെ നോക്കുന്നത്. അതിപ്പോഴും അങ്ങനെ തന്നെ. അതൊക്കെ പോട്ടെ, നീയേ ഇപ്പൊ ആ സിനിമ കാണാറില്ലേ? ഇപ്പൊ ഞാൻ കാണാറുണ്ട്, പക്ഷെ അങ്ങനെ വയലന്റ് ആവാറില്ല. വീട്ടുകാർ പിടിക്കാറില്ലേ? വീട്ടുകാർ പിടിക്കാറില്ല. എന്താ? ഞാൻ ടിക്കറ്റ് നശിപ്പിച്ചു കളയും. കീറി കളയുമായിരിക്കും. നോ, ഞാൻ തിന്നും. ചിലപ്പം എവിടെയെങ്കിലും വെച്ച് എന്നെ പൊക്കിയാലോ ആ ടിക്കറ്റ്. ചിരിക്കുന്നുണ്ട്, പരിപാടി കേൾക്കുന്നുണ്ട്. അതെ, അപ്പൊ നമുക്ക് ഈ കളിയും ചിരിയും തമാശ കേട്ടങ്ങോട്ട് മുമ്പോട്ട് പോയാലോ? അപ്പൊ മലയാളികളെ ചിരിപ്പിക്കാനായിട്ട് 20ഓളം പേര് റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. നല്ല പുതുപുത്തൻ തമാശകളുമായി നമ്മൾ യാത്ര തുടരാൻ പോവുകയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് പ്രോഗ്രാമിന്റെ ടൈറ്റിൽ പറഞ്ഞാലോ? പറയാം. അതിനു മുമ്പ് ചെറിയൊരു ആറ്റിറ്റ്യൂഡ് ഇടാറുണ്ട്. ഒരു മിനിറ്റ്. സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡി. ഇപ്പോഴത്തെ ട്രെൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു വയലൻസ് ആയിട്ടുള്ള ട്രെൻഡാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ വയലന്റ് ആക്കണത് ഏത് സമയത്താണെന്നറിയാമോ? എൻ്റെ തിരിച്ചറിയൽ കാർഡ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയപ്പോഴാണ് ഞാൻ വയലന്റ് ആയത്. ശരിക്കൊന്നും വേണ്ട, നിങ്ങളുടെ കൂട്ടത്തിൽ ഒരു 3-4 പേരെ തിരിച്ചറിയൽ കാർഡ് ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കാം, അപ്പൊ അറിയാ ചിരിക്കുമല്ലേന്ന്. ഒന്ന് കണ്ടാലോ? വയലന്റ് ആവണമെന്ന് കാണാമല്ലോ നമുക്ക്. അല്ല, എന്തായാലും അവരെല്ലാരും ഒന്നിച്ച് പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് കാണാം. മമ്മൂട്ടി ഈ ഒരു ഫോട്ടോ കണ്ടിട്ട് ഇതിന്റെ താഴത്തെ ഒരു ക്യാപ്ഷൻ പറയാൻ പറ്റും. നല്ല ക്യാപ്ഷൻ ആർക്കും പറയാൻ പറ്റും. സായിച്ചേട്ടാ, ഇത് ന്യൂ ഇയർ പരിപാടിക്ക് മമ്മൂട്ടിയുടെ ഫിഗർ ചെയ്തിട്ട് വന്നിരിക്കേ. നോക്കിയാ ഇപ്പോഴാ ഇത് കണ്ടാൽ മംഗലാപുരത്തുനിന്ന് 6 കിലോ കഞ്ചാവുമായിട്ട് ഒരാൾ പിടിയും. ഈ ആധാരം കൊണ്ടാണ് നീ എയർപോർട്ടിൽ പോണത്? ഇല്ല, ഞാനിത് കിട്ടിയപ്പോഴേ ഒരു വയലന്റും അല്ല, സൈലന്റായിട്ട് ഇത് വാങ്ങി അവിടെ കൊണ്ടുവച്ചു. ഒരാൾക്കും കൊടുക്കാതെ ഇത് എങ്ങനെ കൈ കിട്ടിയെന്നുള്ള എനിക്ക് മനസ്സിലാവത്ത്. നീ അങ്ങനെ കൊണ്ട് വെച്ചോണ്ടാണ് ഞങ്ങൾ ഇത് പൊക്കിയത്. അപ്പൊ എന്തായാലും അടുത്ത ആളെ കാണാം. ഒന്ന് എഴുന്നേക്കോ? ഗ്രീഷ്മ ഒന്ന് നോക്കിക്കേ. അല്ല, ഇത് ഭയങ്കര ചേഞ്ച് ഗ്രീഷ്മ. ഇതായിട്ട് ഇത് കണ്ടു കഴിഞ്ഞാൽ നാടോടി സ്ത്രീയുടെ വേഷത്തിൽ കുട്ടിയുടെ അരിഞ്ഞാണം മോട്ടിച്ചു. അല്ല, അതിന്റെ കൂടെ തന്നെ വിസ തട്ടിപ്പില്ലേ? എനിക്കൊരു വേറൊരു സംഭവം തോന്നി. പഴയ കാർത്തിക ചേച്ചിയുടെ ഒരു ചെറിയ ലുക്ക് ഉണ്ടല്ലേ, അങ്ങനെ പറഞ്ഞ് ആശ്വസിപ്പിക്കാം. ഇപ്പൊ ഓക്കെ അല്ലേ? ഇരിക്കുക. അടുത്തത് അല്ല, സംഭവം അതിനകത്ത് നോക്ക്. മിഥുന്റെ MM ഇൻഷ്യൽ TM.
MDMA. അപ്പൊ ഇത്തരത്തിലുള്ള ഫോട്ടോസുകളാണ് നമുക്ക് അത് വന്നത്. ഭയങ്കര ചേഞ്ച്. എനിക്കിത് കാണുമ്പോ ആധാർ കാർഡ് പോലെ തോന്നുന്നു. ഇത് കണ്ടിട്ട് നമ്മൾ പ്രോഗ്രാം ചെയ്യാനുള്ള മൂഡ് പോരുത് കേട്ടാ. ഓക്കെ, ഇത് വലിയ ക്രിമിനലാണ്. കൊക്കോപ്പുഴുവിന്റെ അസുഖമുണ്ട്. ഇത് ആസാം സ്വദേശി കറക്റ്റ്. നിന്നെ പെരുമ്പാവൂരിന്ന് പിടിച്ചെന്ന് ഹാൻസ് ഒരു ചാക്ക് ഹാൻസുമായിട്ട് പിടിച്ചെന്ന്. അപമാനിച്ചു കഴിഞ്ഞ ഇതുപോലെ ഒരുപാട് സാധനങ്ങൾ ഞങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ രക്ഷപ്പെട്ടവരൊന്നും സന്തോഷിക്കണ്ട, പുറകെ വന്നുണ്ട്. അല്ല ആധാർ കാണിക്കാത്തൊരു വിഷമിക്കേണ്ട. SSLC ബുക്ക് കിട്ടിയിട്ടുണ്ട് പണ്ടത്തത്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നിങ്ങൾ വയലന്റ് ആവൂലേ? അതാ ഞാൻ പറഞ്ഞ എല്ലാ മേഖലയിലും വയലന്റ് ആവുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. പക്ഷെ രാഷ്ട്രീയത്തിൽ മാത്രം ഒരേ ഒരാളുള്ളൂ വയലന്റ് ആവുന്നത്. പക്ഷെ വയലന്റ് ആയ ഉടനെ സൈലന്റ് ആവും. നമുക്ക് സ്വാഗതം ചെയ്യാം നമ്മുടെ സ്വന്തം PC ജോർജ് സാർ. താഴത്തില്ല. എന്തുകൊണ്ടും താഴത്തില്ല. അല്ല സാറ് ആരുടെ മുമ്പിൽ താഴില്ലെന്ന് പറഞ്ഞാ അത് കൊള്ളാം, അത് കലക്കി. സാറേ, കേരളത്തിലെ പ്രഗത്ഭരായ സ്റ്റാൻഡപ്പ് കൊമേഡിയന്മാരാണ് നിൽക്കുന്നത്. നല്ല സുന്ദരിമാരുണ്ടല്ലോ. ഇഷ്ടം പോലെ ഒറ്റ സ്റ്റാൻഡിൽ നിന്നുകൊണ്ട് പല കഥകൾ ഇങ്ങനെ മാറി കൗണ്ടറുകൾ കൊണ്ട് ഇങ്ങനെ മലയാളികളെ ചിരിപ്പിച്ച ഒരുപാട് പേരുണ്ട് സാർ. ജീവിതത്തിൽ എപ്പോഴും സീരിയസ് ആകുമ്പോൾ തമാശ വേണം. അത് വേണം സാർ. മനുഷ്യൻ അതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോകുന്നു. അല്ലാതെ ഈ സാറേ ഈ സാംസ്കാരിക സമ്മേളനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പരിപാടി വെക്കുമ്പോഴത്തേനും ചില ആൾക്കാരുടെ സംസ്കാര ചടങ്ങ് പോലെ ആയിരിക്കും. ആരും അവിടെ വന്നിരിക്കില്ല. പക്ഷെ സാറിന്റെ പ്രസംഗം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വന്നിരിക്കും. അപ്പൊ സാറ് പ്രസംഗിക്കുന്നതിന്റെ ഇടയ്ക്ക് ആരെങ്കിലും ഒരു കൂക്ക് വിളിക്കോ വല്ലതും ചെയ്താലും ഞാൻ ഒരു തന്തയ്ക്ക് വിളിക്കും. സാർ, ഇപ്പം തന്നെ ഈ ഗ്രൂപ്പായിട്ട് പെർഫോം ചെയ്യുമ്പോൾ നമുക്കൊരു ധൈര്യം കിട്ടും. പക്ഷെ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യാൻ ഇച്ചിരി പാടാണ്. പക്ഷെ ഒറ്റയ്ക്ക് നിന്ന് പെർഫോം ചെയ്യുമ്പോൾ അത് ഭയങ്കര ധൈര്യം. അല്ല, എനിക്ക് അങ്ങനെ ഒരു പാടും തോന്നുന്നു. അല്ല, സാറിന് പാടില്ല. അതാണ് ഞാൻ പറയുന്നത്. സാർ ഒറ്റയ്ക്ക് നിന്ന് പോരുന്ന ആളാണ്. അതുകൊണ്ട് സാറിന് ഭയങ്കര ധൈര്യമാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇച്ചിരി പേടിയുണ്ട്. അതുകൊണ്ട് ഞങ്ങളുടെ ധൈര്യത്തിന് വേണ്ടി സാർ ഞങ്ങളുടെ സെന്ററിൽ ഇപ്പോൾ ഉണ്ടല്ലോ, അത് തന്നെ വലിയൊരു ആശ്വാസമാണ്. താങ്ക് യു. അപ്പൊ ഈ വന്നിരിക്കുന്നവരെല്ലാവരും വളരെ വ്യക്തമായിട്ട് വളരെ രസകരമായിട്ട് ചെയ്യുന്ന ആർട്ടിസ്റ്റുകൾ എല്ലാവരും ഉള്ളത്. നമുക്ക് അവരെ ഒന്ന് പരീക്ഷിച്ചാലോ? തീർച്ചയായിട്ടും. പക്ഷെ അവരെ പരീക്ഷിക്കുന്ന പാട് ഞങ്ങൾക്ക് സാറിനെ ഒന്ന് പരീക്ഷിക്കാനല്ലട്ടാ. സാറിന്റെ വക ഒരു സ്റ്റാൻഡപ്പ് കോമഡി നമ്മുടെ പിള്ളേർക്ക് വേണ്ടി. കോമഡി ഇല്ല, എനിക്ക് എല്ലാം സീരിയസ്. സാറ് പറയുമ്പോൾ തന്നെ ഒരു കോമഡിയാ. എനിക്ക് ഈയിടെ അനുഭവം പറയാം, ഒരൊറ്റ അനുഭവം. അപ്പം പിള്ളേർ പഠിച്ചിരിക്കണ്ട. ചോലത്തടം എന്ന് പറയുമ്പോൾ എല്ലാവരും അവിടുത്തുകാർക്ക് അറിയാവുന്നൊരു സ്ഥലമാണ് ഈ ചോലത്തടം, പൂഞ്ഞാർ തെക്കേക്കര പഞ്ചായത്തിൽ. ഞാൻ അവിടെ ഒരു ക്ഷേത്രത്തിൻ്റെ നേർച്ചക്കുറ്റി ഉദ്ഘാടനം ചെന്നിരിക്കുക. അവിടെ ഒരു കല ഉദ്ഘാടനം ക്ഷേത്ര ഭാരവാഹി വിളിച്ചിട്ട് അവിടെ ചെന്നതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഞാൻ അവിടെ ചെല്ലുന്നതുകൊണ്ട് അവിടുത്തെ ആൾക്കാരെ ഒരു കമ്മിറ്റിയും വെച്ചിരുന്നു. മുകളിൽ മലയുടെ മുകളിൽ ചെന്ന് നടക്കണം. അവിടെ ചെന്നിട്ട് ഈ കമ്മിറ്റി കഴിഞ്ഞു ഇരുട്ടി തുടങ്ങിയപ്പം ഈ ഉദ്ഘാടന സമയത്ത് ഞാൻ വരിക. അപ്പോൾ ഒരു സൈഡ് മുഴുവൻ ഭയങ്കര കയ്യാലയാണ് ഭിത്തി, മറു സൈഡ് ഇങ്ങനെ മുള്ളുകും വീട്ടിരിക്കുക. അപ്പോൾ ഒരു 2 പേർക്ക് നടക്കാൻ വീതിയില്ല, ഒറ്റയാൾക്ക് പോകാനുള്ള. ഞാൻ അതിലെ മിന്നെ നടക്കുന്നു. പുറകിൽ 50 പേരുണ്ട് കുറഞ്ഞത്. നടന്നു വരുമ്പം ഇരുട്ടല്ലേ, എൻ്റെ കാലിൽ പാമ്പ് കടിച്ചു എന്ന് എനിക്ക് മനസ്സിലായി. പറയാൻ പറ്റുമോ? പാമ്പ് കടിച്ചു എന്ന് വെച്ചാൽ ഞാൻ കാല് കുടഞ്ഞു, പാമ്പ് തെറിച്ചു പോകുന്ന എനിക്ക് കാണാം. ഞാൻ മിണ്ടിയില്ല. എന്താന്ന് ചോദിച്ചാൽ പാമ്പെന്ന് പറഞ്ഞാൽ ഈ മനുഷ്യൻ മുഴുവൻ ബഹളമാവില്ലേ, ഞാൻ മിണ്ടാൻ പോയില്ല. മിണ്ടാതെ നടന്നു വന്ന് അവിടെ നിന്ന് ഒരു 50 അടി മിന്നലാണ് ഈ മീറ്റിംഗ് സ്ഥലം. അവിടെ കയറിയപ്പോൾ എൻ്റെ കാലെ കൂടി ഇങ്ങനെ തരിപ്പ് കയറി വരിക. വിഷം കയറിയത് മനസ്സിലായപ്പോൾ ഇത് അപകടമാണെന്നും എനിക്ക് മനസ്സിലായി. ഞാൻ ഉടനെ മൈക്കിൻ്റെ അടുത്ത് ഞാൻ സംസാരിക്കാൻ എന്നപ്പോഴത്തേക്ക് നാക്ക് വഴിയുന്നു. അപ്പം പോക്കാന്ന് എനിക്ക് മനസ്സിലായി. ഒരു രക്ഷയില്ലല്ലോ, പാമ്പ് പിടിച്ചത് അവിടെ പറയാനും പറ്റില്ലല്ലോ. ഞാൻ മിണ്ടാതെ ചാടി നേർച്ച ഒരു പോക്കറ്റിൽ നിന്ന് എത്ര കിട്ടിയ രൂപ നേരത്തെ എടുത്ത് ഞാൻ ഇട്ടു. ഉൾക്കാടിച്ചിരിക്കുന്നു എന്നൊരു തരത്തിൽ പറഞ്ഞ് ചാടി ജീപ്പേ കയറി വിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഡ്രൈവർക്കും അറിയത്തില്ല പാമ്പ് കടിച്ചത്. എൻ്റെ ഒരു അങ്കിളുണ്ട്, പുള്ളി വലിയ വിഷകാരിയാണ്, എനിക്കറിയാം. ഞാൻ അവിടെ വന്ന് നിന്നിട്ട് ഈ വീടിൻ്റെ ഈ കവാടത്തിൽ ചെന്ന് അകത്ത് കയറി ഉടനെ എന്നെ കുഞ്ഞുമോനെ എന്നവരെല്ലാം വിളിക്കുന്നത്. വാ കുഞ്ഞുമോനെ, പേടിക്കണ്ട, വളകെടുപ്പനെ ചാകുകയല്ലെന്ന്. ഞാൻ അന്തിച്ചു. കറക്റ്റ്. ഇത് ഞാനിത് പറയാൻ കാരണം ഇത് വിഷകാരിയൊക്കെ അറിയാമെന്നുള്ള ഞാൻ വിശ്വസിച്ചിരുന്നില്ല. പാമ്പ് കടിച്ചിട്ട് പറഞ്ഞാൽ അയ്യോ പാമ്പെന്ന് പറഞ്ഞാൽ അണികളെല്ലാം ഓടിക്കളയും. അത് തന്നെയല്ല, സാധാരണ എന്നെ പാമ്പ് കടിച്ച പാമ്പിയാകേണ്ടതാണ്. അപ്പൊ എന്തായാലും വളരെ സന്തോഷമുണ്ട്. സാറേ ഇപ്പൊ ഈ പറഞ്ഞു വന്ന പോലെ നമ്മൾ ഇപ്പൊ സാറ് രാഷ്ട്രീയത്തിലാണോ വിഷചികിത്സയിലാണോ ഇതെടുത്തേക്കണം എന്നുള്ള ഒരു സംശയം നിൽക്കുക. പഠിക്കുക. നമ്മളൊരു പൊതുപ്രവർത്തനാണെങ്കിൽ എല്ലാ മേഖലയിലെ ആവശ്യത്തിനുള്ള അറിവുകൾ വേണം. ഇപ്പോഴത്തെ ചെറുപ്പക്കാർ ഇപ്പോൾ പിള്ളേർ ഇവിടെ ഇരിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ പറഞ്ഞ ഈ പിള്ളേരിലെ എനിക്ക് അത്ര വിശ്വാസമില്ല. കുഞ്ഞുങ്ങളെ, അടുത്ത തലമുറയെ അവരെ ഈ രാജ്യത്തെ പറ്റിയോ സമൂഹത്തെ പറ്റിയോ ഒന്നും ബോധവാന്മാരല്ല. അവർക്ക് അവരുടെ കാര്യം മാത്രമാണ്. ഇങ്ങനെ പോയാൽ രാജ്യത്തിൻ്റെ ഗതി എന്താവും എന്ന് ഞാൻ പലപ്പോഴും
ഞാൻ സംശയിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭയങ്കര അപകടമാണ് സാർ ഇപ്പോഴത്തെ കാലത്ത്. ഈ പ്രണയം ഇപ്പോഴത്തെ ഈ കാലഘട്ടത്തിലാണ്. ചുമ്മാ പ്രണയിച്ചോട്ടെ, അതിനപ്പുറത്തോട്ട് പോകാതിരുന്നിച്ചാൽ പ്രണയിക്കുന്നതിനൊന്നും കുഴപ്പമില്ല. സാറിന്റെ വിവാഹം പ്രണയ വിവാഹമായിരുന്നോ അതോ അറേഞ്ച്ഡ് മാരേജിലായിരുന്നു? അനിയ സത്യം പറയണമല്ലോ, അറേഞ്ച്ഡ് ആണ് എന്ന പ്രണയവും ഉണ്ട്. വാ. അതായത് ഞാൻ 80 MLA ആകുന്ന അപ്പോൾ 27 വയസ്സുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഒരു നോമിനേഷൻ പൂരിപ്പിക്കുമ്പോൾ അഡ്വക്കേറ്റ് PK മാത്യു പറമുണ്ടയിൽ അങ്ങനെ വീട്ടിൽ എടപ്പാടി പിന്നെ 7 കിലോമീറ്റർ. ഞാൻ അവിടെ ചെന്നപ്പം ഞാൻ നോമിനേഷൻ പൂരിപ്പെല്ലാം നടന്നുകൊണ്ടിരിക്കുമ്പോൾ കാപ്പി കൊണ്ടുവന്ന് തന്നു. കാപ്പി കൊണ്ടുവന്ന് തന്ന മകളാ പുള്ളിയുടെ, അവളാ ഇപ്പം എൻ്റെ ഭാര്യ. അപ്പോൾ അർത്ഥം മനസ്സിലായി. അപ്പൊ അതൊരു പെണ്ണ് കാണലായിരുന്നു. ചിലപ്പം മലയാളികളെ ചിരിപ്പിക്കാനായിട്ട് ഇപ്പം ഇത്തരം പേര് റെഡി ആയിരിക്കണം. അപ്പം ഇതിൽ അവർ പെർഫോം ചെയ്യൂടെ നന്നായിട്ട് പെർഫോം ചെയ്യുന്ന ആൾക്ക് ക്യാഷ് പ്രൈസ് ആണ് നമ്മളിവിടെ കൊടുക്കുന്നത്. ട്രോഫി അല്ല, ട്രോഫി ഒരു ക്യാഷ് പ്രൈസ് ആണ്. അല്ലേ? അപ്പൊ എന്തായാലും സാർ കുറച്ച് സമയം നിങ്ങളോടൊപ്പം സാറിന്റെ രാഷ്ട്രീയ കാലഘട്ടത്തിലെ തമാശകളും കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കും. ഇതൊരു മത്സരമായിട്ടോ ഒരു പെർഫോമൻസോ ആയിട്ടല്ല, സാറിന്റെ കുറച്ച് അനുഭവങ്ങൾ നിങ്ങളായിട്ട് പങ്കുവെക്കും. അതുവരെ ഞാൻ നോബിയും ആ സീറ്റിൽ പോയിരിക്കാം. എവിടെ കാണാവുന്നവർക്ക്? അവിടെ നേരെ ഫ്രണ്ടിലുണ്ട്. വേറെ നമ്മളെ പിള്ളേർക്ക് ധൈര്യം. പൊതുപ്രവർത്തനം തുടങ്ങിയത് ഒരു 15-16 വയസ്സോളം തുടങ്ങി പൊതുപ്രവർത്തനമാണ് ഞാൻ. 1980 MLA ആയി 7 പ്രാവശ്യം നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് 2 പ്രാവശ്യം മന്ത്രിയാക്കാൻ മുഴുവൻ രാഷ്ട്രീയ കക്ഷികളും ശ്രമിച്ചെങ്കിലും വേണ്ട എന്ന് പറയും മാറി നിന്നയാളാണ്. അവസാനം എല്ലാ രാഷ്ട്രീയ കക്ഷിയും പറഞ്ഞതനുസരിച്ച് ഒരു 4.5 കൊല്ലം ഞാൻ ചീഫ് വിപ്പ് സ്ഥാനം എടുത്തിട്ടുണ്ട്. ചീഫ് വിപ്പ് സ്ഥാനം എനിക്കിഷ്ടമില്ല, അപ്പോഴേ ഞാൻ രാജിവെച്ച് പിരിയുകയും ചെയ്തു. അതാണ് എനിക്ക് ഏതെങ്കിലും ഒരു സ്ഥാനത്തോടുള്ള എൻ്റെ ഒരു കാഴ്ചപ്പാടാണ്. എനിക്ക് പ്രത്യേകിച്ച് ഈ 20ഓളം നല്ലവരായ ചെറുപ്പക്കാരികൾ ഒരുമിച്ചിരിക്കുന്ന അവർക്ക് അവരുടെ ജീവിതം എന്തെന്നുള്ളതിനെപ്പറ്റി അവർക്കൊരു കാഴ്ചപ്പാട് കാണും എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. എൻ്റെ ജീവിതത്തിലുണ്ടായിട്ടുള്ള ചെറിയ ചില കാര്യങ്ങൾ നമ്മൾ മനുഷ്യനെ സൂക്ഷിക്കണം. ഇന്ന് ഒരു മനുഷ്യനെയും പൂർണ്ണമായിട്ട് എന്നെ ഉൾപ്പെടെ ആരെയും വിശ്വാസത്തിലെടുത്തേക്കരുത്. നിങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിലേ നിങ്ങളത് വിശ്വസിക്കാവൂ. വേറെ ആരെയും വിശ്വാസത്തിലെടുത്ത് പോകാൻ പറ്റില്ല. അത്ര കുഴപ്പമുള്ള നാടായി നമ്മുടെ കേരളം മാറിയിരിക്കുക. ഞാൻ പറയാം, നമ്മുടെ മനുഷ്യൻ്റെ സ്വഭാവം മക്കളെ പറഞ്ഞത് ഒന്ന് ആലോചിച്ച്. നമ്മൾ ഈ പരിപാടി നടക്കുമ്പോൾ ജനങ്ങൾക്ക് ഗുണമുള്ള കാര്യം പറഞ്ഞു. ഒരു വലിയ കാര്യം കൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുക. എൻ്റെ ഭാര്യ ഉഷ ഈ നടപ്പ് എൻ്റെ വല്ല മുട്ടിന് വേദന വന്ന ഉടനെ ഡോക്ടർമാർ MBBS മാത്രമല്ല MD ഒക്കെ പാസ്സാകുമാരെല്ലാം അന്നേരം പറയും ഇത് മുട്ട് തേയുന്നതെന്നാണ് പറയും. അങ്ങനെ ഒരു രോഗമേ ഇല്ല എന്ന് നിങ്ങൾ അറിയണം. തെളിവ് പറയാം. 5 കൊല്ലമായിട്ട് വെമ്പളെ കൊണ്ടു നടക്കാൻ ഞാൻ പോകാത്ത ആശുപത്രിയില്ല. മുട്ട് മാറ്റി വെക്കുന്ന നിലയിലെത്തിയിരിക്കുക. മനസ്സിലായില്ലേ? ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ ഒരു ദിവസം ഈ ക്രിസ്മസിന് പടക്കം ബഹളമാണല്ലോ. അവിടെ ഒരു പടക്ക കച്ചവടക്കാരനുണ്ട് ടോമി. ഞാൻ വണ്ടിയെ പറ്റും ടോമിയുടെ പടക്കകളെ അവിടെ നിർത്തി. നമ്മുടെ പയ്യനാണ്, നമ്മുടെ സ്ട്രോങ് പയ്യനാണ്. ടോമി എങ്ങനെ ഇരിക്കുന്നു പടക്ക കച്ചവടം എന്നെല്ലാം പറഞ്ഞ് ഇറങ്ങിയപ്പം ഒരു ആളവിടെ വന്നിറങ്ങി. ഒരു ചെറുപ്പക്കാരൻ, ഒരു 30 വയസ്സുള്ളൂ ചെറുപ്പക്കാരന്. ടോമി ആളെ എന്നെ പരിചയപ്പെടുത്തിയത് പാരമ്പര്യ വൈദ്യനാണെന്ന്. ഞാൻ പറഞ്ഞു ഇവനെ എങ്ങനെ വൈദ്യനാക്കും 30കാരന്? ഉടനെ അവനും ചിരിച്ചു. സാറേ പറഞ്ഞ സത്യ, ഞാൻ പാരമ്പര്യ വൈദ്യനാന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ഞങ്ങളുടെ കുടുംബ പാരമ്പര്യമായിട്ടുണ്ടായിരുന്ന ഒറ്റമൂലിയല്ല ഞാൻ തുടങ്ങിയിരിക്കുകയാണ്. വളരെ ഉപകാരപ്രദമായിട്ടാണ് എൻ്റെ അനുഭവം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു അങ്ങനെയാണ് എൻ്റെ ഭാര്യയും കൊണ്ട് ഞാൻ നിന്നെ കാണാൻ വരുന്നുണ്ട് മാനേന്ന് പറഞ്ഞു. ഏതായാലും എൻ്റെ ഭാര്യയായിട്ട് തമ്പലക്കാട്ടാണ് ആ വൈദ്യൻ്റെ വീട്. ഞാൻ അവിടെ ചെന്ന് കഴിയുമ്പം വൈദ്യന് ഇരുന്ന് കുറേയൊക്കെ വിശദീകരണങ്ങളൊക്കെ നൽകി. ഉഷയ്ക്ക് വിശദീകരണമൊക്കെ കൊടുത്തു. ഇതെല്ലാം കഴിഞ്ഞ് ആകെപ്പാടെ ഈ മുട്ട് വേദന അയക്കുന്ന സ്ഥലത്ത് തേക്കാനായിട്ടൊരു ഓയിൻമെൻറ്റ് തന്നു. മാത്രം തന്നു. ഇത് നോക്കാം എന്ന് തന്നു വിട്ടു. അന്ന് വന്ന് അത് തേച്ചു. ഞാൻ രാത്രി എന്നെ ഉറക്കാറില്ല ഇവള് ഈ മുട്ടുവേദന. ഞാൻ അന്ന് രാത്രി ചെന്ന് നോക്കി വല്ല മൂളച്ചോടോ ഒരു മൂളിച്ചയില്ല കിടന്ന് ഉറങ്ങുക. ഞാൻ വന്ന് കിടന്നു. പിറ്റേ ദിവസം രാവിലെ അയച്ചു എങ്ങനെ ഇരിക്കുന്ന നീ? ഒരു കുഴപ്പമില്ല, കുറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇന്നലെ ഞാൻ ചോദിച്ചപ്പോൾ ആ വേദന എവിടെയാന്ന് പോലും അവർക്ക് അറിയത്തില്ല. എനിക്ക് അത്ഭുതമായി പോയി. കാരണം 5 കൊല്ലമായിട്ടുള്ള MBBS എൻ്റെ മകൻ MBBSകാരനാന്ന് നോക്കണം. അവന് പുച്ഛം. പപ്പായ്ക്ക് അമ്മയ്ക്ക് എന്നാ പറ്റിയെന്ന് അവൻ ചോദിക്കുന്നത്. ഏതാ പാരമ്പര്യ വൈദ്യനെ കാണാൻ പോയാൽ എന്ത് വേറൊരു അത്ഭുതം ഉണ്ടായി. എൻ്റെ മകൻ്റെ ഒരു മകനുണ്ട്, അവന് 8ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. അവൻ്റെ മൂക്കിനൊരു ചെറിയ വളവുമുണ്ട്. മൂക്കിന് എന്നും ജലദോഷം. ഞാൻ വഴി ആ പാരമ്പര്യ വൈദ്യനെ കൊണ്ട് കാണിച്ചു. അപ്പോൾ എൻ്റെ രണ്ടാമത്തെ ഈ ഡോക്ടർ നമ്മുടെ ബിലീവേഴ്സ് ചർച്ച് ഡോക്ടറാണ്. അവനും വീട്ടിലുണ്ട്. ഞാൻ പറഞ്ഞു നീ തന്നെ ഓടിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞു. ഒന്ന് കണ്ടിട്ട് പറയാൻ പറഞ്ഞു. അവിടെ അവൻ പറഞ്ഞു ഞാൻ പോകുന്നുണ്ട്, ഇത് കാണണമെന്ന് അവൻ പറഞ്ഞു.
ആ കൊച്ചിൻ്റെ മൂക്കിനകത്ത് എന്തോ ഒരു മരുന്നൊഴിച്ചു. അപ്പം തന്നെ ഭയങ്കരമായിട്ട് വെള്ളം പോയി. ഇപ്പോൾ ഒരു കുഴപ്പമില്ലാതെ ഇറക്കാൻ വീട്ടിൽ ഇരിപ്പുണ്ട്. ഞാൻ നിന്റെ മകൻ എന്നാ പറയുന്നു, MBBS-കാരൻ, അവൻ അംഗീകരിച്ചെന്ന് പറഞ്ഞു. ഞാൻ എന്തിനാ ഇത് പറഞ്ഞെന്നറിയാം? ഇതൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഞാനിവിടെ വന്ന് നിങ്ങളോട് വർത്തമാനം പോയ തമാശ മാത്രമായിട്ട് എൻ്റെ കാര്യം, നിങ്ങളുടെ ജീവിതത്തിൽ അറിവുണ്ടാകണ്ടേ, അതുകൊണ്ടാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത്. ജീവിതത്തിൽ പരോപകാരം ചെയ്ത് വിളിക്കുക, മനുഷ്യനോട് സ്നേഹിക്കുക, സ്നേഹം പോലെ തന്നെ മനുഷ്യന് ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യുക, അങ്ങനെയൊക്കെ പോകാം. അതാണ് എനിക്ക് നിങ്ങളുടെ 20 പേരോടും പിന്നെ ഇവിടെ കുറേ ആളുകളുണ്ടോ ചുറ്റും, അവരോടും എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമാണ്. അപ്പോൾ സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡിയിലെ ഇന്നത്തെ സ്റ്റാർ സാറായിരുന്നു. അത് ഗംഭീര പെർഫോമൻസ് ആണ്. സാറിൻ്റെ കഥകളും സാറിൻ്റെ അനുഭവമൊക്കെ. അപ്പം ഞങ്ങളുടെ വക ഒരു സമ്മാനമുണ്ട് സാർ, ഒരു സ്നേഹ സമ്മാനം. സാർ ഇനി നമ്മുടെ പിള്ളേരുടെ പെർഫോമൻസ് ഉണ്ട്, നമുക്ക് കേട്ടാലോ? നമുക്കിരിക്കാം. ശരിയാ സാർ. മലയാളികളെ കുറിച്ച് നമ്മളെല്ലാം മലയാളികളെ കുറിച്ച് ഒറ്റ വാക്കിൽ സാറിൻ്റെ ചോദിച്ചു, സാർ എന്ത് പറയും സാർ? ഒറ്റ വാക്കി പറയണം. ഏറ്റവും കൂടുതൽ അലസമാണ്. ഇതിപ്പോ സാർ പറഞ്ഞ കറക്റ്റ് ആണോന്ന് നമുക്കിപ്പോ നോക്കാം. ഹായ്, ഹലോ, നമസ്കാരം. എൻ്റെ പേര് ശബരീഷ്. ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് വരുന്നു. നമ്മുടെ ഇന്ന് ലോകത്ത് തന്നെ ഏറ്റവും എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന ഐറ്റം എന്താണെന്ന് ആർക്കെങ്കിലും പറയാമോ? തേങ്ങ, കുരുമുളക്. നിങ്ങൾ പറയുന്ന പോലെ അത് തേങ്ങയും കുരുമുളകും ഒന്നും അല്ല, മലയാളികളെയാണ്. കാരണം പണ്ട് വീടിൻ്റെ ഒരു ഉള്ള പേരിൻ്റെ ഒപ്പം സ്ഥലപ്പേര് പറയുന്ന പോലെയാണ് ഇന്ന് UK മലയാളി, കാനഡ മലയാളി, ജർമ്മൻ മലയാളി, ദുബായ് മലയാളി, ബാംഗ്ലൂർ മലയാളി. ഈ മലയാളി എന്ന് പറയുന്ന വാക്ക് എല്ലാത്തിൻ്റെ കൂടെ പോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ഈ മലയാളികൾ എല്ലാ സ്ഥലത്തും പോകും. ഇപ്പം കേരളത്തിലെ ഏറ്റവും റെയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിലെ മലയാളിയാണ്. നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഏറ്റവും ട്രെൻഡിങ് ആയ കോഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയും അത് BTechോ MBAയോ ഡോക്ടറോ ഒന്നുമല്ല, അത് IELTS ആണ്. കാരണം നമ്മുടെ നാട്ടിലൊരു ട്രാൻസ്ഫോമർ ഉള്ള പോലെയാണ് IELTS കോച്ചിങ് സെൻറ്റർ. എല്ലാ ജംഗ്ഷനിലും ഒന്നുണ്ടാവും. ഇതുകൂടാതെ വിദേശത്തേക്ക് ആളുകളെ കയറ്റി അയക്കാൻ വേണ്ടിയിട്ട് അവിടെ തന്നെ ഒരു എബ്രോഡ് ട്രാവൽ കൺസൾട്ടൻസി ഉണ്ടാവും. എൻ്റെ കോളേജിൻ്റെ റീയൂണിയൻ നടന്നിരുന്നു കാനഡയിൽ വെച്ച്. കാരണം എൻ്റെ ബാച്ചിൽ 25 പേര് അവിടെയാണ്, ബാക്കി 3 പേര് അങ്ങോട്ട് പോകുന്നതല്ലേ എളുപ്പം. എനിക്ക് തോന്നുന്നു മലയാളികൾ ഇത്രത്തോളം പുറത്തു പോകാനുള്ള ഒരു വലിയൊരു കാരണം എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികളുടെ ഒരു പ്രതീക്ഷ, എക്സ്പെക്റ്റേഷനും നമ്മുടെ മലയാളികളുടെ ഒരു കോൺഫിഡൻസുമാണ്. കാരണം മലയാളികൾക്കാണ് എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ്. കാരണം നമ്മൾ തന്നെ ഒരുപാട് കണ്ടന്റ് ഇല്ലെങ്കിൽ നമ്മളിങ്ങ് വരും കോൺഫിഡൻസ്. എനിക്ക് തോന്നുന്നു കോൺഫിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം നമ്മൾ കൊടുക്കുന്ന ഇപ്പോൾ PC ജോർജ് സാർ ഉൾപ്പെടെ എടുത്തേക്കുന്ന മുണ്ടെന്നാണ് നമുക്ക് ഈ കോൺഫിഡൻസ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇത് ബെൽറ്റ് ഇല്ല, ബക്കിളില്ല, ഇതെങ്ങനെ നിൽക്കുന്നു എന്ന് ആർക്കും അറിയില്ല. മോഹൻലാൽ സാർ മുണ്ടെടുത്ത് കണ്ട അമിതാഭ് ബച്ചൻ ചോദിച്ചു, ലാൽ സാർ ഏ കൈസാ ഹേ? ഉടനെ ലാലേട്ടൻ പറഞ്ഞു, മോനെ അതൊരു വിസ്മയമാണ്. എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളികൾക്ക് എത്രത്തോളം, കേരളത്തിലുള്ള മലയാളികൾക്ക് എത്രത്തോളം കോൺഫിഡൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ മാത്രമുള്ള ഒരു ബേക്കറി, അതിൻ്റെ പേര് ബെസ്റ്റ് ബേക്കറി. ഉടനെ ഓപ്പോസിറ്റിലുള്ള ഒരു ബേക്കറി ഇടും, സൂപ്പർ ബേക്കറി. അങ്ങനെ അത് ബേക്കറി ജംഗ്ഷൻ എന്നറിയപ്പെട്ടു. ഇങ്ങനെ എനിക്ക് തോന്നുന്ന ലാൻഡ്മാർക്ക് ആവുന്ന ഒരു കാര്യം ഒന്നില്ലെങ്കിൽ ബാറോ ബിവറേജസോ അല്ലെങ്കിൽ ഇതിനൊക്കെ പോരാടിയ മഹാത്മാഗാന്ധിയാണ്. ഇന്ന് പല ആളുകളും മഹാത്മാഗാന്ധിയുടെ പ്രതിമയുടെ അടുത്തുള്ള ബാറിലാണ് ഞാൻ എന്നാണ് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതേപോലെ തന്നെ ഏതെങ്കിലും മലയാളികൾക്ക് കുറച്ച് കോൺഫിഡൻസ് കുറവുണ്ടെങ്കിൽ അവർക്ക് കോൺഫിഡൻസ് വരണമെങ്കിൽ 2 പെഗ് അടിച്ചാൽ മതി. അല്ലെ, 2 പെഗ് അടിച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും നല്ല കോൺഫിഡൻസ് ആണ്. 4 പെഗ് അടിച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫ്രണ്ട് പറയും, എടാ നമ്മൾ വെള്ളം അടിച്ചിട്ടുണ്ട്, ഞാൻ വണ്ടി ഓടിക്കത്തില്ല. ഇതേ ഇവൻ തന്നെ 5 പെഗ് അടിച്ചു കഴിഞ്ഞാൽ, എടാ ഞാനേ വണ്ടി ഓടിക്കൂ. എനിക്ക് തോന്നുന്നു എൻ്റെ ഫ്രണ്ട് ഇതേപോലെ വെള്ളം അടിച്ചിട്ട് അവൻ്റെ ക്രഷിനെ പ്രപ്പോസ് ചെയ്തു. അതെ, പിന്നീട് അവൻ്റെ കെട്ടിയോൻ അവൻ്റെ കൂമ്പ് ക്രഷ് ചെയ്തപ്പോഴാണ് അവൻ്റെ കെട്ടിറങ്ങിയത്. എനിക്ക് തോന്നുന്നു വിദേശത്തൊക്കെ മലയാളികൾ പോകുന്നതിൻ്റെ വേറൊരു കാര്യം, മലയാളികൾക്ക് ഭയങ്കര എക്സ്പെക്റ്റേഷൻ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നമ്മൾ മലയാളികൾ മാത്രമേ ഉള്ളൂ ഒരു ബമ്പർ ലോട്ടറി എടുക്കാതെ തന്നെ അത് നമുക്ക് അടിക്കും എന്ന് പ്രതീക്ഷിക്കുന്നവർ. മലയാളിക്ക് എത്രത്തോളം എക്സ്പെക്റ്റേഷൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൾഫിൽ പോകുന്നതിൻ്റെ കയ്യിൽ അച്ചാർ കൊടുത്തു വിട്ടിട്ട് തിരിച്ച് iPhone പ്രതീക്ഷിക്കുന്നവരാണ് നമ്മൾ മലയാളികൾ.
ഈ പാവപ്പെട്ടവൻ അവിടെ പോകുമ്പോൾ ഒരു അച്ചാർ കൂട്ടുമ്പോൾ തിരിച്ച് ഞാൻ നാട്ടിലേക്കില്ല, ഐഫോണായിട്ടേ പോകേണ്ടി വരൂ എന്നുള്ള. എനിക്ക് തോന്നുന്നു ഇത്ര എക്സ്പെക്റ്റേഷൻ കാരണമാണ് പൊതുവെ കേരളത്തിലെ ആളുകൾക്ക് ഇത്തിരി സങ്കടം തോന്നുന്നു. ഞാൻ തന്നെ ഒരു ഗുരുജിയുടെ വീഡിയോ കണ്ടു. ആ ഗുരുജി പറഞ്ഞു പ്രത്യേകം, നമ്മൾ ലൈഫിൽ ഒരുപാട് എക്സ്പെക്റ്റേഷൻ വെക്കരുത്, നമുക്ക് ദുഃഖം വരും. ശരിയാണ്. ഇതേ വീഡിയോയുടെ എൻഡിൽ ഗുരുജി പറയുന്നു, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ അച്ഛനും ജീവിതത്തിൽ ഒരു എക്സ്പെക്റ്റേഷൻ ഉണ്ടായുള്ളൂ, ഞാൻ അതിപ്പോൾ പാളിപ്പോയി. പക്ഷെ എന്നാലും അച്ഛൻ ഏറ്റവും കൂടുതൽ ജീവിതത്തിൽ എക്സ്പെക്റ്റേഷനോടുകൂടി വെയിറ്റ് ചെയ്യുന്ന സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8 മണിക്ക് വരുന്ന ന്യൂസാണ്. പക്ഷെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അച്ഛൻ 8 മണി ന്യൂസിന് സമയമായി എന്നാണ് പറയുന്നത്, ന്യൂസ് കാണാൻ സമയമായി എന്നല്ല. കാരണം അച്ഛൻ്റെ വിചാരം അച്ഛനും ന്യൂസിൻ്റെ ഭാഗമാണെന്നാണ്. അച്ഛൻ ഈ അടുത്ത് ശ്രീകണ്ഠൻ നായരെ തൃപ്പൂണിത്തറയിൽ വെച്ച് കണ്ടു. ഉടനെ അച്ഛൻ പറഞ്ഞു, നമ്മൾ ഡെയിലി കാണാറുണ്ട്. പുള്ളി ഒരു 5 മിനിറ്റ് ആലോചിച്ചു എവിടെ. കാരണം അച്ഛൻ്റെ വിചാരം അച്ഛനും കാണുന്ന പോലെ തന്നെ ശ്രീകണ്ഠൻ നായർ അച്ഛനെ കാണുന്നുണ്ടെന്നാണ്. കാരണം ഈ മനുഷ്യൻ 7:55 വരെ ഷട്ടില്ലാതെ വീട്ടിൽ നടക്കും. 8 മണിയാകുമ്പോൾ ശ്രീകണ്ഠൻ നായർ വരുന്നുണ്ട്, പുള്ളി ഞാൻ ഷട്ടില്ലാതെ വെച്ചാൽ പുള്ളി എന്ത് വിചാരിക്കും. അച്ഛൻ എപ്പോഴും ഈ ഒരു എക്സ്പെക്റ്റേഷനാണ്. പക്ഷേ എനിക്ക് അച്ഛൻ ന്യൂസ് ചാനൽസ് ഡിബേറ്റ്സ് ആണ് അച്ഛൻ ഏറ്റവും കൂടുതൽ കാണുന്നത്. അതിൽ തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലെ ന്യൂസ് ചാനലുകൾ കോമ്പീറ്റ് ചെയ്യുന്നത് വേറെ ന്യൂസ് ചാനലുകളായിട്ടല്ല, മറിച്ച് കോമഡി ഷോകളായിട്ടാണ്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ എൻ്റർടൈൻമെൻറ്റ് എവിടെ നിന്നാണ് വരുന്നതെന്ന്. അതുകൊണ്ട് തന്നെ ഈ ന്യൂസ് ചാനലിലെല്ലാം എൻ്റർടൈൻമെൻറ്റ് കോട്ടയിൽ 2 ഗസ്റ്റ് മിനിമമാണ്. അതിൽ തന്നെ എൻ്റെ ഫേവറേറ്റ് ഗസ്റ്റ് PC ജോർജ് സാറാണ്. സാറിൻ്റെ കോൺഫിഡൻസ് ആണ് എനിക്കിഷ്ടം. കാരണം മറ്റുള്ള ആളുകൾ ഡിബേറ്റിന് വരും, അവർ വിഷയത്തെ പറ്റി പഠിക്കും, എന്നിട്ട് അവർ അഭിപ്രായം പറയും. പക്ഷേ PC ജോർജ് സാർ അങ്ങനെ, സാറ് വരും, ക്യാമറ ഓണല്ലേ, നിൻ്റെ തന്ത, എന്താണ് വിഷയം, നിൻ്റെയും തന്ത. അപ്പോഴാണ് ഞാൻ എൻ്റെ അച്ഛനോട് ഞാൻ ഈ കാര്യം പറഞ്ഞത്. കാരണം അച്ഛൻ അവിടെ വെയിറ്റ് ചെയ്യുന്നു അച്ഛൻ്റെ അഭിപ്രായം പറയാൻ. അപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ TV ഒരു 1 വേ കമ്മ്യൂണിക്കേഷനാണ്, അച്ഛൻ പറയുന്നത് അവർക്ക് കേൾക്കില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ അസുഖം എൻ്റെ അമ്മയും ബാധിച്ചു തുടങ്ങി. കാരണം അമ്മ സീരിയൽ കാണുമ്പോൾ 5 മിനിറ്റ് കൂടുമ്പോൾ പറയുന്നുണ്ട്, സൗദാമിനി നിൻ്റെ മോള. 1 വർഷമായിട്ട് അമ്മ പറയുന്നു, ആരും കേൾക്കുന്നില്ല. സീരിയൽ 2000 എപ്പിസോഡ് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു പിന്നെ ഞാൻ സ്പോർട്സ് കാണുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് എൻ്റെ അച്ഛനും അമ്മയ്ക്കും മാത്രമല്ല എനിക്കും ഈ അസുഖം ബാധിച്ചു തുടങ്ങി. കാരണം വിരാട് കോഹ്ലിക്ക് ഞാൻ ഫീൽഡിംഗ് ഇൻസ്ട്രക്ഷൻസ് കൊടുക്കുമായിരുന്നു. എടാ ഓഫിൽ ആളെ മാറ്റി നിർത്ത്, ക്യാച്ച് ഇവിടെ വരും, പിടിക്ക്. അപ്പോഴാണ് ഓടി അച്ഛൻ വന്നിട്ട് എന്നോട് പറഞ്ഞ്, മോനെ അത് ഹൈലൈറ്റ്സ് ആണ്, ഇന്ത്യ ജയിച്ചു. 8 മണി എനിക്ക് ന്യൂസ് കാണാൻ സമയമായിരുന്നു. അപ്പോൾ എന്തായാലും എൻ്റെ ഈ പെർഫോമൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. പക്ഷേ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എനിക്കൊരു കോൺഫിഡൻസേ ഉള്ളൂ, ഞാൻ എന്നെ തന്നെ എവിടെയെങ്കിലും എക്സ്പോർട്ട് ചെയ്ത് ഞാൻ രക്ഷപ്പെടും. താങ്ക് യു ഗൈസ്, ദാറ്റ്സ് വെരി മച്ച്. സാറേ, യെസ്, ഇതിപ്പോൾ നമ്മുടെ ഫസ്റ്റ് പെർഫോമൻസ് കഴിഞ്ഞേക്കണ്, എങ്ങനെയുണ്ട് സാറേ? കൊള്ളാം, കുഴപ്പമില്ല. ശബരിയുടെ വീട് എവിടെ? തൃപ്പൂണിത്തറ. അതിനെ പറയാൻ പറ്റും, തൃപ്പൂണിത്തറ അത്ര മോശമാണ്. ശബരിയുടെ പെർഫോമൻസ് വളരെ നന്നായിരുന്നു. പക്ഷെ ഒരു കാര്യം, എന്താ സാറേ, ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ പ്രശ്നം എന്താ ശബരി? പട്ടിണിയാണ്, മനുഷ്യൻ ജീവിക്കാൻ മാർഗമില്ല, സാമ്പത്തിക പ്രതിസന്ധിയാണ്. അങ്ങനെയുള്ള 20 പേരാണ് ഇവിടെ വന്നത്. കാർഷിക മേഖല തകർന്ന് തരിപ്പണമായി. അപ്പോൾ ശബരി 1000 കാര്യങ്ങൾ കൂടി ഇനി ഇങ്ങനെ ഈ ഇതിൽ പെടുത്തണം കേട്ടോ. ഇനി വരുമ്പോൾ തീർച്ചയായിട്ടും. ഇല്ല സാറേ, ഏറ്റവും കൂടുതൽ ശബരീഷ് പറഞ്ഞല്ലോ എൻ്റെ ഇടയ്ക്ക്, മുണ്ടെടുക്കുന്നതിനെ കുറിച്ച്, മുണ്ടെന്നോ ബെൽറ്റും ഇല്ല, ബക്കളും ഇല്ല, ഇതും ഇല്ല, അങ്ങനെ ഇരിക്കണ ധൈര്യമാണല്ലോ. പിന്നെ സാറിനെ കുറിച്ച് പറഞ്ഞു, ആര് എന്താ തന്തയെന്ന് പറഞ്ഞു, എന്താണ് സാറിൻ്റെ അഭിപ്രായം? ഒരു ട്രോളി, സാറിനെ ഒന്ന് ട്രോളിയായിരുന്നു. സാരില്ല, പിള്ളേരെ ഒരു സന്തോഷത്തെ അങ്ങനെ പല തമാശയും പറയും. അത് ഉൾക്കൊള്ളാനുള്ള കഴിവ് വേണം നമുക്ക്. ശബരി പറഞ്ഞല്ലോ, എല്ലാവരെയും ഒന്നും എന്തൊക്കെ വിളിക്കില്ല, അർഹതപ്പെട്ടവരെ വിളിക്കുള്ളൂ. ശബരിയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താ? ഏറ്റവും വലിയ ആഗ്രഹം ആക്ച്വലി ഈ സ്റ്റാൻഡപ്പ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ആഗ്രഹം. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ പേര് തന്നെ സ്റ്റാൻഡപ്പ് ശബരി എന്നാക്കിയിരിക്കുന്നത്. അടിപൊളിയാണ് ശബരി. കാര്യം ഏറ്റവും വലിയ സംഭവം ശബരിയാണ് ഫസ്റ്റ് പെർഫോം ചെയ്യുന്നത്. ബാക്കി ആരും ഇവിടെ കയറിയില്ല. ആദ്യം തന്നെ കയറിയിട്ട് തീപ്പൊരിയായിരുന്നു, കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ആളി കത്തിക്കണം നിങ്ങൾ. ഓക്കെ, എന്തായാലും ശബരീഷിൻ്റെ ഈ ഒരു പെർഫോമൻസ് കൊണ്ട് തന്നെ ശബരീഷ് എന്താണ് ഏതാണെന്ന് ഓഡിയൻസിന് കറക്റ്റ് കിട്ടും. അത്തരത്തിലുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അപ്പോൾ എന്തായാലും ഇതിനുള്ള മാർക്ക് ഞങ്ങൾ ഇടുന്നുണ്ട്. നമ്മളിത് അങ്ങനെ ജഡ്ജ്മെൻറ്റോ കാര്യങ്ങളോ അതിൻ്റെ കുറവൊന്നും ഇടണമല്ല. പെർഫോമൻസിന് നമ്മൾ കൊടുക്കുന്നൊരു മാർക്കുണ്ട്. അത് നമ്മളിവിടെ ചെയ്തിട്ട് അത് ശബരീഷിന് ഞങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് തരുന്നത്. അത് ശബരീഷ് കയ്യിൽ വെക്കുക. ബാക്കിയുള്ളവരുടെ പെർഫോമൻസും കൂടി കഴിഞ്ഞതിന് ശേഷം നമുക്കത് ഓപ്പൺ ചെയ്യാം ഒന്നിച്ച്. അപ്പോൾ ഇനി വരുന്ന 2 പേരുടെ മാർക്ക് ഞങ്ങൾ ഇതുപോലെ തരും. ലാസ്റ്റ് നമ്മുടെ ഇതിൻ്റെ വൈൻഡപ്പിൽ അതിൽ ടോപ്പായിട്ടുള്ള മാർക്ക് കിട്ടിയ ആൾക്ക് ക്യാഷ് പ്രൈസ് ആണ്. അപ്പോൾ ശബരി, ഞാനിത് നേരിട്ട് കൊണ്ടുവന്ന് ഏൽപ്പിക്കാം. ശബരിയുടെ മാർക്കാണ് ഇതിലുള്ളത്. ഇത് ഇപ്പോൾ ഓപ്പൺ ചെയ്യരുത്. ബാക്കി ഉള്ളവരുടെ പെർഫോമൻസ് കഴിയുമ്പോഴത്തേക്ക് ഇതുപോലെ തന്നെ വിളിച്ചു നിർത്തി നമുക്ക് ഒന്നിച്ച് നിന്ന് ഇത് ഓപ്പൺ ചെയ്യാം. ഓക്കെ?
കേരളത്തിൽ ഇപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഒന്ന് ഹോട്ടല്, ഒന്ന് ഹോസ്പിറ്റല്, പിന്നെ ബ്യൂട്ടി പാർലർ. അതിൽ ഏറ്റവും ടോപ്പ് വെക്കണ ബ്യൂട്ടി പാർലറാ. ഞാനേ സാറെ വന്നപ്പോ തൊട്ട് ചോദിക്കണം നോത്താ, സാറേ ഈ പ്രായത്തിൽ ഈ ഗ്ലാമർ ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം എങ്ങനെയാ? എനിക്ക് അങ്ങനെ തോന്നലില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. അല്ല, എന്നാലും സൗന്ദര്യത്തെ കുറിച്ചൊരു കാഴ്ചപ്പാടില്ല സാറേ. നാളെ നമ്മൾ മാന്യമായിട്ട് ജീവിക്കുക, കുശുമ്പും കുന്നായ്മ മനസ്സിൽ പാടില്ല. നല്ല മനസ്സാണെങ്കിൽ മുഖത്തിനും അതിൻ്റെ ഐശ്വര്യം കാണും. എന്തായാലും സൗന്ദര്യത്തെ കുറിച്ച് എനിക്കൊരു സങ്കല്പമുണ്ട്, നോബിക്ക് സങ്കല്പമുണ്ട്, സാറിനും സങ്കല്പമുണ്ട്. അല്ല സാറേ, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഭക്ഷണമാണോ സാറേ പുട്ടും പയറും. പുട്ട് മാത്രമല്ല, ഇപ്പം പയറ് കിട്ടാനില്ല. പയറ് വൈഫ് പൊടിച്ച് മുഖത്തിട്ടേക്കാണ് ഇപ്പം പയറ് പൊടിയായിട്ട്. അപ്പൊ എന്തായാലും നമ്മൾ ഈ പറഞ്ഞൊന്നുമല്ല സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പം. സൗന്ദര്യത്തെ കുറിച്ചുള്ള സങ്കല്പം ഇപ്പൊ കാണാം ഇവിടെ. ഹായ്, ഹലോ, നമസ്കാരം. ഞാൻ ലിയ. എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു സ്ത്രീയുടെ സൗന്ദര്യം എവിടെയാണ്? ഹായ്, അത് പറയരുത്. സാർ പറയൂ, എന്താണ് സാറിന്റെ അഭിപ്രായം? സ്ത്രീയുടെ സൗന്ദര്യം എന്ന് പറയുന്നത് അവളുടെ മനസ്സാണ്. വേറെ എന്തെങ്കിലും? അല്ല, മഴ നിർത്തില്ല. സ്ത്രീയുടെ ആകർഷകത്വം എന്ന് പറയുന്നത് മുഖമാണ്. പിന്നീടുള്ളത് ഞാൻ പറയണ്ടല്ലോ, അറിയാമല്ലോ. വേണ്ട. പക്ഷെ എൻ്റെ അഭിപ്രായത്തിലേ അത് സൗന്ദര്യം എന്ന് പറയുന്നത് ഞങ്ങളുടെ മുടിയിലല്ല, കണ്ണിലല്ല, മുഖത്തിലല്ല, അത് ഞങ്ങളുടെ ഹാൻഡ് ബാഗിനകത്താണ്. കാരണം പൗഡർ, കൺമഷി, ലിപ്സ്റ്റിക്ക്, ഐലൈനർ, ഐഷാഡോ, ഐബ്രോ പെൻസിൽ, ബ്ലഷ്, ഹൈലൈറ്റർ എന്ന് തുടങ്ങി സകല സൗന്ദര്യവർദ്ധക വസ്തുക്കളും അത്യാവശ്യത്തിന് ഒരു പ്ലാസ്റ്റിക് സർജറിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞങ്ങളുടെ ഹാൻഡ് ബാഗിനകത്ത് കാണും. പക്ഷേ ചില സമയത്ത് ഞങ്ങളൊരു നിപ്പുണ്ട്, യുദ്ധഭൂമിയിൽ ആയുധങ്ങൾ നഷ്ടപ്പെട്ട ഭടന്മാരെ പോലെ ഹാൻഡ് ബാഗ് എടുക്കാൻ മറന്നിട്ട്. പക്ഷെ ആ സമയത്തും ഒരൊറ്റ ലിപ്സ്റ്റിക്ക് മതി, ലോകം ഞങ്ങൾ കീഴടക്കും. അതുകൊണ്ട് ഞങ്ങൾ ചുണ്ടിലടിക്കും, കവിളിലടിക്കും, കണ്ണിൻ്റെ മീതെ അടിക്കും, വേണമെങ്കിൽ ഒരു പൊട്ടും തൊടും. പിന്നെ ഈ വർഷങ്ങൾ കൂടുന്തോറും വണ്ടിയുടെ വില കുറയും എന്ന് പറയുന്ന പോലെയാണ് പ്രായം കൂടുന്തോറും സൗന്ദര്യം കുറയും, അല്ലേ? സാറിൻ്റെ കാര്യത്തിലല്ല, പ്രായം കൂടുന്തോറും സൗന്ദര്യം സ്വാഭാവികമായിട്ട് കുറയും. അതുകൊണ്ട് തന്നെ ഒരു 10-30 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇഷ്ടമില്ലാത്ത ചോദ്യമാണ്, എത്ര വയസ്സായി? എത്ര വയസ്സായി? ചോദിച്ചത് കേട്ടില്ല നോബിച്ചേട്ടാ, എത്ര വയസ്സായെന്ന്? എത്ര? 33. 33? വേണ്ട, 33x2. 35 മതിൽ കെട്ടി നിർത്തി അവിടെ. ഓക്കെ, സെറ്റ്. മേക്കപ്പ് കണ്ട അത്രയും തോന്നും. പക്ഷേ എനിക്ക് ആ ചോദ്യം ഭയങ്കര ഇഷ്ടമാണ്. കാരണം എനിക്ക് 30 വയസ്സായിട്ടില്ല. നടത്ത സ്പീഡ് കുറയ്ക്കണം, തിരുപ്പം താഴെ വീഴും. 30 വയസ്സായിട്ടില്ല, ഞാൻ സമ്മതിച്ചു. സാരമില്ല, ഞങ്ങൾ തമ്മിൽ അങ്ങനൊന്നും അല്ലായിരുന്നു നോബിച്ചേട്ടാ. കരയരുത്, മറക്കരുത്. കണ്ണീര് വീണ മേക്കപ്പ് പോകും. സ്ത്രീകൾക്കൊന്ന് പൊട്ടിക്കരയാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അടിയിൽ സംശയം ഇട്ടാ മതി. എനിക്ക് സത്യമായിട്ട് 30 വയസ്സായിട്ടില്ല. പക്ഷേ ഞാൻ ഈ ഫ്ലോറിൽ കയറുന്നതിന് തൊട്ട് മുമ്പ് അവിടെ പുറത്തൊരു കുട്ടി, അതിൻ്റെ അറിവില്ലായ്മ കൊണ്ടാന്ന് തോന്നുന്നു, എന്നെ ആൻറ്റി എന്ന് വിളിച്ചു. ആ ഭൂമി പിളർന്ന് അങ്ങ് താഴോട്ട് പോയാൽ മതി എന്ന് എനിക്ക് തോന്നി. സത്യം പറയാലോ, ചേച്ചി, മാമി, അപ്പച്ചി, കൊച്ചമ്മ, കുഞ്ഞമ്മ, വല്യമ്മ, എത്ര നല്ല നല്ല പേരുകളുണ്ട്. എന്നിട്ട് വിളിച്ചേക്കോ ആൻറ്റീന്ന്. 2 ചീത്ത വിളിച്ചാൽ എനിക്ക് ഇത്ര സങ്കടമില്ല, അല്ലേ നോബി അങ്കിൾ? ഓക്കെ, ഇപ്പൊ കറക്റ്റ് ആയി, ടാലിയായി. ഷാജോങ്ങൾ അത് കേക്ക്. പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ, സ്ത്രീകൾ പൊതുവെ പ്രായം തുറന്ന് പറയാറില്ല. എന്നാലും നമുക്ക് അവരുടെ ഹാൻഡ് ബാഗ് നോക്കിക്കഴിഞ്ഞാൽ പ്രായം മനസ്സിലാക്കാൻ പറ്റും. ബാഗിൽ വെച്ചോ. സൂപ്പർ. അതായത് ഒരു 10-15 വയസ്സിന് താഴെയാണെങ്കിൽ അതിൽ മുട്ടായും കളിപ്പാട്ടും ആയിരിക്കും. ഒരു 20, 25, 30 വയസ്സ് വരെ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ മേക്കപ്പ് സാധനങ്ങളായിരിക്കും. 35 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് ട്രബിൾ, പുളിച്ചു തികട്ടൽ, കൊളസ്ട്രോൾ, പ്രഷർ, ഷുഗർ തുടങ്ങിയവയുടെ മരുന്നുകളൊക്കെ ചെറുതായിട്ട് വന്നു തുടങ്ങും. എന്തിന്? ബോഡി സ്പ്രേ മാറ്റി മുട്ടിലടിക്കുന്ന സ്പ്രേ വരെ ആവും. പക്ഷേ ഒരു 45-50 വയസ്സ് കഴിഞ്ഞാൽ ഉറപ്പിച്ചോ, പിന്നെ അത് പിണ്ണതൈലത്തിൻ്റെയും കോടാലി തൈലത്തിൻ്റെയും രാസ്നാദി പൊടിയുടെയും ഒരു ഗോഡൗൺ ആയിരിക്കും. തുറക്കുമ്പോൾ തന്നെ ഒരു ആര്യവൈദ്യശാലയുടെ മണവും. ഒബിച്ചേട്ടൻ്റെ ബാഗ് തുറന്നപ്പോൾ ഇന്നലെ ഒരു മണം വന്നായിരുന്നു. അത് റമ്മിൻ്റെ. അതൊക്കെ പോട്ടെ, ഒരുത്തൻ പണ്ടേ ഒന്ന് തുണി മാറുന്നത് ഒളിഞ്ഞു നോക്കിയതിന് അവനെ തെങ്ങി കെട്ടിയിട്ട് അടിച്ച എൻ്റെ കൂട്ടുകാരി ഇപ്പൊ ഗെറ്റ് റെഡി വിത്ത് മീ എന്നും പറഞ്ഞ് ഇൻസ്റ്റാഗ്രാമിൽ 4 ലക്ഷം പേരെ കാണിച്ചുകൊണ്ടാണ് തുണി എടുക്കുന്നത്.
എന്നിട്ട് അവളുടെ പരാതി കേൾക്കണം. എന്റെ വീഡിയോ 10 ലക്ഷം കണ്ടില്ല, 10 ലക്ഷം പേര് ഇവള് തുണിമാറുന്ന കണ്ടില്ലെന്ന അവളുടെ പരാതി. എന്ത് പറയാനാ, നാട്ടുകാരോടും വീട്ടുകാരോടും യാതൊരു കൂറും ഇവൾക്കില്ലെങ്കിലും പെഡിക്യൂറ് മാനിക്യൂറ് എന്നൊക്കെ 10,000 കളയുന്നുണ്ട്. ഈ ഇടയ്ക്ക് മേക്കപ്പിനേക്കാൾ അതിക്രമമാണ് മേക്ക് ഓവറുകൾ. ഈ ഇടയ്ക്ക് സാജുചേട്ടന്റെ മേക്ക് ഓവർ നടത്തിയ ഒരു ഫോട്ടോസ് ഞാൻ കണ്ടു. പൊന്ന് സാജുചേട്ടാ, മേക്ക് ഓവർ എന്നല്ല മേക്കപ്പ് ഓവർ എന്നാണ് എനിക്ക് പറയാൻ തോന്നിയത്. ഓക്കെ, എനിക്കും ആഗ്രഹമുണ്ട് കേട്ടോ ഈ തടിയൊക്കെ ഒന്ന് കുറച്ച് നല്ല അടിപൊളിയായിട്ട് നല്ലൊരു മേക്ക് ഓവർ നടത്തി ഫോട്ടോ ഇടണമെന്ന്. പക്ഷെ നടക്കുന്നില്ല സാറേ. മുമ്പൊക്കെ ചോറിൻ്റെ കൂടെ ലേശം കറി കഴിച്ചിരുന്ന ഞാനിപ്പോൾ കറിയുടെ കൂടെ ലേശം ചോറാണ് കഴിക്കുന്നത്. ഇതൊന്നും പോരാഞ്ഞിട്ട് കഷായത്തിൻ്റെ രുചിയുള്ള ഒരു സാധനം ഗ്രീൻ ടീ. പക്ഷെ എൻ്റെ തടി കുറയാത്തതിൻ്റെ കാരണം എന്താണെന്നറിയോ? വീട്ടുകാരാണ്. എന്നും പച്ചച്ചോറും ചമ്മന്തി അരയ്ക്കുന്ന എൻ്റെ അമ്മ ഞാൻ ഡയറ്റ് തുടങ്ങിയ അപ്പ ചിക്കൻ ബിരിയാണി വെക്കും. ഈ ചിക്കൻ ബിരിയാണി കണ്ട് ഡയറ്റും ചിക്കൻ ബിരിയാണിയും തമ്മിലൊരു മാനസിക സംഘർഷം വന്ന് പ്രഷർ കൂടി ചിലപ്പോൾ ഞാൻ സ്ട്രെസ് മൂത്ത് 1-2 പ്ലേറ്റ് ബിരിയാണി എക്സ്ട്രാ കഴിച്ച് 2 കിലോ കൂടിയെന്നിരിക്കും. എന്നിട്ട് ഞാനും ഭർത്താവും കൂടെ ഒരു ഫോട്ടോ എടുത്ത് പോസ്റ്റ് ചെയ്താലോ? അതിൻ്റെ താഴെ ചില സോഷ്യൽ മീഡിയ മെഗ്ലോമേനിയാക്സ് കമൻ്റ് ഇടുക, ഇതാര ചേച്ചിയാണോ അമ്മയാണോ അതോ കുഞ്ഞമ്മയാണോ? അല്ലടാ നിൻ്റെയൊക്കെ അമ്മൂമ്മ എന്ന് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷെ ചിലപ്പോൾ അവന്മാരത് വിശ്വസിക്കും. അതുകൊണ്ട് മാത്രം ഞാൻ ഒന്നും പറയുന്നില്ല. എന്തായാലും സൗന്ദര്യത്തിന്റെ കാര്യത്തിൽ വണ്ണവും തടിയൊക്കെ അവിടെ നിൽക്കട്ടെ. നിങ്ങൾ ചോദിക്കും, നിങ്ങൾ ഈ പെണ്ണുങ്ങളുടെ കാര്യം മാത്രമേ ഉള്ളൂ, അപ്പൊ ആണുങ്ങൾക്ക് സൗന്ദര്യം ഇല്ലേന്ന്? ഉണ്ട്, ആണുങ്ങൾക്കാണ് സൗന്ദര്യം. ആണുങ്ങളൊന്ന് മുഖം കഴുകി മുടി ജീവി കഴിഞ്ഞാൽ തന്നെ സുന്ദരന്മാരാ. ഇപ്പൊ നമ്മുടെ സാറിന്റെ കാര്യം പറയുവാണെങ്കിൽ, സാർ ആ തേച്ച് മിനിക്ക് ഷർട്ടൊക്കെ ഇട്ട് മുണ്ടൊക്കെ ഒന്ന് മടക്കി കുത്തി നെഞ്ചും വിരിച്ച് ആ തോക്കും പിടിച്ചൊന്ന് അങ്ങ് വന്ന എന്റെ പൊന്നെ മാസല്ല മരണം മാസ്. ഇച്ചായൻ എന്ന് പറഞ്ഞ ഇതാണ് ഇച്ചായൻ അല്ലേ ചായ? എനിക്ക് സുഖിച്ചു. അതാണ് നമുക്ക് വേണ്ടത്. പിന്നെ അന്നും ഇന്നും എന്നും മലയാളികളുടെ പുരുഷ സൗന്ദര്യ സങ്കല്പത്തിന്റെ അവസാന വാക്ക് അത് മമ്മൂക്കയാണ്. പക്ഷേ മമ്മൂക്കയുടെ ഇപ്പോഴത്തെ പോസ്റ്റൊക്കെ കണ്ടു കഴിഞ്ഞാ ഇക്കാന്ന് വിളിച്ച നാവ് കൊണ്ട് ചെക്കാന്ന് വിളിപ്പിക്കുമെന്നാണ് എൻ്റെ പേടി. അപ്പൊ നിങ്ങൾ പറഞ്ഞത്, സാർ ആദ്യം പറഞ്ഞത് ശരിയാണ്, മനസ്സിലാണ് സൗന്ദര്യം. അതായത് കാണുന്നവന്റെ കണ്ണിലാണ് സൗന്ദര്യം. ഇപ്പൊ നിങ്ങൾ എന്നെ കാണുന്നു, ഞാൻ നിങ്ങളെ കാണുന്നു. ഞാൻ കാണുന്ന നിങ്ങൾ എന്നെ കാണുന്ന നിങ്ങളാണ്, നിങ്ങളെ കാണുന്ന ഞാൻ എന്നെ കാണുന്ന നിങ്ങളാണ്. അപ്പൊ നാളെ നമ്മൾ തമ്മിൽ കാണണമെങ്കിൽ ഞാൻ ഇപ്പൊ ഇത് ഇവിടെ വെച്ച് നിർത്തണം. അപ്പൊ നന്ദി, നമസ്കാരം. സാറേ, ഇപ്പൊ ഞാൻ സാറിനോടാണ് കഴിഞ്ഞ പെർഫോമൻസ് കഴിഞ്ഞപ്പോൾ ചോദിച്ചത്. ഇപ്പൊ നോബിനോട് ചോദിക്കുക, കാരണം പൊങ്കാല മുഴുവൻ നോബിക്ക കിട്ടിയത്. മൊത്തം എന്നെ ടാർഗറ്റ് ചെയ്തായിരുന്നല്ലോ. അതും ഒരു ശകലം പോലും സൗന്ദര്യമില്ലാത്ത എന്നെ തന്നെ എടുത്തിട്ടാണ് ഭയങ്കര സംഭവം. നോബി സൗന്ദര്യം ഇല്ല എന്ന് പറയരുത്, നോബിക്ക് സൗന്ദര്യം ഇല്ല എന്ന് പറയരുത്. എന്ത് ഉണ്ട്, എന്നാലും ഞാൻ അങ്ങനെ പറയും സൗന്ദര്യം. അല്ല, ഇത് തുറന്നു പറയാൻ വേണ്ടി ഞാൻ ഇങ്ങനെ പറഞ്ഞ. അടിപൊളിയായിരുന്നു. കുറേ സൗന്ദര്യ സങ്കല്പത്തിലൂടെ ഞങ്ങളെ കൊണ്ടുപോയി. അപ്പൊ എന്തായാലും അനുഭവത്തിൽ നിന്നുണ്ടായ ഒരു സബ്ജക്റ്റ് ആണല്ലോ. അനുഭവം കൊണ്ടുള്ള നല്ലായിരുന്നു, ഗംഭീരമായിരുന്നു, അടിപൊളിയായിട്ട് ചെയ്തു. ഒത്തിരി ചിരിക്കാനുണ്ടായിരുന്നു. സൗന്ദര്യത്തെ കുറിച്ച് പറഞ്ഞിട്ട് ഇത്രയും ചിരികൾ വന്നെങ്കിൽ അല്ല സാധിച്ചേട്ടാ, എനിക്ക് അതിൽ ഇത്തിരി എതിരഭിപ്രായമുണ്ട്. ഞാനാണ്, ഞാനോർത്ത് അശരീരി അതാണ് ഇവിടെ നേരത്തെ ആധാർ കാർഡ് കാണിച്ച് അവമാനിക്കപ്പെട്ടവളാണ് ഞാൻ. ലിയ പറഞ്ഞ കണ്ടന്റിൽ ഒരു കാര്യമുണ്ട്, ഏത് പ്രായം കൂടുന്തോറും സൗന്ദര്യം കുറയുന്നു. കുറയോ ചേട്ടാ? പക്ഷെ ഇതല്ല സംഭവിച്ചേക്കണത്. ആധാർ കാർഡിൽ പ്രായം കുറയും തോറും സൗന്ദര്യം കുറയുകയാണ്. പ്രായം കുറയുമ്പോൾ സൗന്ദര്യം കുറയും. പ്രായം കുറയുന്നല്ലേ പറഞ്ഞത്? കൂടുമ്പോ കുറയുന്നു പറഞ്ഞില്ല. ഞാൻ പറഞ്ഞ പോലെ മനസ്സിലായാ? പറയരുതായിരുന്നു. നല്ല സൗന്ദര്യമുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു. അതെ, എല്ലാ കളിയാക്കലും ഞാൻ തിരിച്ച് കളിയാക്കൂല കേട്ടോ. സാറേ എങ്ങനെയുണ്ടോ സാറേ? കുഴപ്പമില്ല, പിടിക്കുക, സംശയമുണ്ട്. നല്ല പെർഫോമൻസ് ആയിരുന്നു. എല്ലാ അഭിനന്ദനങ്ങളും കേട്ടോ. താങ്ക് യു സർ. എനിക്ക് സാറിനോടൊരു ചോദ്യം. നമ്മുടെ കയ്യിൽ പെണ്ണുങ്ങളുടെ കയ്യിൽ എപ്പോഴും ഒരു ബാഗ് ഉണ്ടാവും എന്ന് പറഞ്ഞു, അതിലുള്ള ഐറ്റംസിൻ്റെ അവർ പറയുകയും ചെയ്തു. നമ്മുടെ ആണുങ്ങളെ കയ്യിൽ ഇങ്ങനെ ഒരു സാധനം പാരമ്പര്യമായിട്ടുണ്ടായിരുന്നെങ്കിൽ അതിൽ എന്തൊക്കെയാണ് സാർ ഉണ്ടാവാൻ സാധ്യത ഉള്ളത്? എൻ്റെ കയ്യിലാണെങ്കിൽ അതിനകത്തൊരു തോക്ക്. നമ്മൾ ആണുങ്ങളാകുമ്പം നിക്കറാണെങ്കിലും പാൻറ്റാണെങ്കിലും പോക്കറ്റുണ്ട്. നമ്മുടെ ആണുങ്ങൾ ഷർട്ടിന് പോക്കറ്റുണ്ട്. പാവം അതുങ്ങൾ നിൽക്കുന്ന കണ്ടില്ലേ ലിയ, വല്ലതും ഉണ്ടോ? നോ പോക്കറ്റ്, നോ പോക്കറ്റ് മണി. സാറേ, അപ്പം ലിയ ഗംഭീരമായിട്ട് പെർഫോം ചെയ്ത് സാറിലും മനസ്സിൽ കാണുന്ന മാർക്ക് ഞങ്ങൾ എഴുതട്ടോ. ധൈര്യമായിട്ട് എഴുതിക്കോ. ഓക്കെ. എന്തായാലും നമ്മുടെ ഇന്നത്തെ എപ്പിസോഡിൽ രണ്ടുപേരും ഗംഭീരമായിട്ട് തകർത്ത് പെർഫോം ചെയ്തിരിക്കുകയാണ്. ഇനി വിജയ് ആരാണ് നമുക്കറിയണം. അതിനു മുമ്പ് ഷാജുണ്ണ അടിപൊളിയല്ലായിരുന്നോ സാറേ? പിള്ളേർ ഗംഭീരമായിരുന്നല്ലോ സാറേ? രണ്ടുപേരും കൊള്ളാം. അപ്പം എന്തായാലും നമുക്ക് വിജയെ കണ്ടുപിടിക്കണം, അവർക്ക് സമ്മാനം കൊടുക്കണം.
അപ്പം ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടെ വന്നിരുന്നെങ്കിൽ എനിക്കൊരു സഹായമാവും. അപ്പോൾ സാറ് വന്ന് നല്ലൊരു കോൺഫിഡൻറ്റ് നമുക്ക് തന്നു. അത് തന്നെ ഒരു വലിയൊരു ധൈര്യമായിരുന്നു നമുക്ക്. സാറേ, എന്താണ് നമ്മുടെ കണ്ടസ്റ്റൻസ് പറയാനുള്ളത്? ഒന്നിനൊന്നും മെച്ചമായിരുന്നു. ആർക്ക് ഫസ്റ്റ് 6 സെക്കൻഡ് പറയാൻ പറ്റും. അതെ. അത്ര രണ്ടുപേരെയും അത്രയും എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ കാര്യം കണ്ടതിനേക്കാൾ എത്രയോ പേരാണ് വരാനുള്ളത്. അതാണ് ഇന്ന് വരാതിരിക്കാൻ പറ്റുമെന്ന് നോക്കിയ ആളാണ്. അയ്യോ, പക്ഷേ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ നഷ്ടമാകുമായിരുന്നു വന്നില്ല. ഇപ്പൊ ആ അഭിപ്രായം എനിക്കുണ്ട്. അപ്പോൾ സവാരി ഗിരിഗിരി ഫണ്ടാസ്റ്റിക് കോമഡി, ഫണ്ടാസ്റ്റിക് പെർഫോമൻസ്. അപ്പൊ 2 പെർഫോമൻസ് കിട്ടില്ലായിരുന്നു. ഇനി അടുത്ത ചടങ്ങെന്താ? അപ്പം നമ്മൾ രണ്ടുപേരുടെ പെർഫോമൻസ് കണ്ടു. അപ്പോൾ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ ആരാണെന്ന് നമുക്ക് അറിയണം. അപ്പോൾ രണ്ടുപേരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലിയ ആൻഡ് ശബരി. ഇവർ രണ്ടുപേരും ആ പെർഫോമൻസ് ഒക്കെ വെച്ചിട്ട് മൊത്തത്തിൽ സാറിന്റെ ഒരു അഭിപ്രായം എന്താ? ആർക്ക് സമ്മാനം കൊടുക്കുന്നുള്ള എൻ്റെ പ്രശ്നം. രണ്ടുപേർക്ക് സമ്മാനം കൊടുത്താലോ എന്നാ ഞാൻ ആലോചിക്കുന്നു. പക്ഷെ നമുക്കിവിടെ ആർക്കെങ്കിലും ഒരാൾക്ക് കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ട് ആർക്കാണെന്നുള്ളത് മറ്റേ രണ്ടാമത്തെ ആൾ തോറ്റു എന്ന് കണക്കാക്കിക്കരുത്. പുള്ളി റണ്ണർ ആരാണെങ്കിലും കറക്റ്റാണ്. സാർ, ഈ എപ്പിസോഡ് മാർക്ക് കുറവാണെങ്കിൽ അടുത്ത എപ്പിസോഡിൽ കൂടുതൽ. ഇത് ഭയങ്കര വാശിയാണ് സാർ അങ്ങോട്ടും ഇങ്ങോട്ടും. എങ്ങനെയായിരുന്നു? ഇങ്ങനെ ഷോയിൽ പെർഫോം ചെയ്യാൻ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ എല്ലാവരുടെ ഫ്രണ്ടിൽ പെർഫോം ചെയ്യുന്ന ഒരു എനർജി വേറെ. അല്ല, നിങ്ങളുടെ കൂടെ ഉള്ളവർ തന്നെ ഭയങ്കരമായിട്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അത് തന്നെ ഏറ്റവും വലിയ കാര്യമാണ്. എല്ലാവരും ഫ്രണ്ട്സ് ആണ്. അപ്പൊ ആർക്ക് കിട്ടിയാലും സന്തോഷമേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ ഇവിടെ പെർഫോം ചെയ്യുന്നേക്കാളും അവർ അവിടെ ഇരുന്ന് പെർഫോം ചെയ്യുന്നുണ്ട്. അത് കുറച്ച് അപ്പൊ എന്തായാലും നമുക്ക് ഈ പറഞ്ഞ ആ കക്ഷി ഒന്ന് തിരഞ്ഞെടുക്കണ്ടേ? നമ്മൾ പറഞ്ഞല്ലോ, മാർക്ക് ഹിഡൻ ആയിരുന്നു. നമ്മൾ ഒളിപ്പിച്ചാണ് അവരെ കൊടുത്തത്. ആർക്കായിരിക്കും മാർക്ക് കൂടുതൽ അവരായിരിക്കും ബെസ്റ്റ് പെർഫോമർ ഓഫ് ദി ഡേ. അപ്പോൾ നോക്കാലോ. സ്ത്രീകൾക്ക് തന്നെ മുൻതൂക്കം. ലിയ ഓപ്പൺ ചെയ്തു. ലിയ 92 മാർക്ക്. അപ്പൊ ഇനി ശബരിയുടെ ഊഴമാണ്. ശബരി ഇതുപോലെ ആ മാർക്കിനേക്കാൾ കൂടുതലാണെങ്കിൽ ശബരി ആയിരിക്കും വിന്നർ. അതിൽ കുറവാണെങ്കിൽ ലിയ ആയിരിക്കും വിന്നർ. ഇതിപ്പോ ഞാൻ പറയേണ്ട ആവശ്യമില്ല, അറിയാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഓപ്പൺ ചെയ്യാം. ശരി, പുതിയൊരു കലയുടെ നിലവറ തുറക്കണം, അത് പ്രതിഭകളൊരു നിര ഉണരണം, അത് ചിരിയുടെ പുതിയ തിര. ശബരി ചെയ്തില്ലെന്നുള്ളതല്ല, ചെയ്തു. പക്ഷെ കുറച്ച് കൂടുതൽ ലിയ ചെയ്തത്. അല്ല, ശബരി ഗംഭീരമായിട്ട് ചെയ്തു. നോൺ സ്റ്റോപ്പ് ആയിട്ട് പറഞ്ഞോണ്ട്. പക്ഷെ ലിയ ഞങ്ങളെ ട്രോൾ ചെയ്യപ്പോൾ ഞങ്ങൾ അവിടെ നിന്നുകൊണ്ട് ഇതൊരു പ്ലാനിങ്ങേ അല്ല. ഞങ്ങൾ അവിടെ നിന്ന് ട്രോൾ ചെയ്യപ്പം ഒരു ശകലം പോലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാതെ തിരിച്ച് ഞങ്ങളെ ട്രോളി. അല്ലാതെ ഗംഭീരമായിരുന്നു. സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡിയിലെ ഇന്നത്തെ പെർഫോമർ ഓഫ് ദി ഡേ നമ്മുടെ ലിയയ്ക്കാണ് കിട്ടിയിരിക്കുന്നത്. ഇനി ശബരീഷിനുള്ള ആ ഒരു സർട്ടിഫിക്കറ്റ് ആണ്, അതും സാറ്. ശബരി, ടെൻഷൻ അടിക്കരുത്. അടുത്ത എപ്പിസോഡിൽ വെച്ച് കീച്ചിക്കണം. ഓക്കെ, എന്തായാലും ഒത്തിരി സന്തോഷം സാർ ഞങ്ങളുടെ ഈ ഷോയിൽ വരാനും ഇത്രയും നേരം ഞങ്ങളോടൊപ്പം അല്ലേ നല്ല എനർജറ്റിക് ആയിട്ട് നമ്മളെ ഇങ്ങനെ സെറ്റാക്കി നിർത്തിയതിനും. ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ സ്റ്റാർ ഓഫ് ദി ഡേ സാറാണ്. സാർ കൊണ്ടുപോയി. അതെ, എനിക്ക് ക്യാഷ് പ്രൈസ് ഒന്നും കിട്ടിയില്ല. സ്നേഹം തരുന്നുണ്ട് സാറേ ഞങ്ങള്. എന്തായാലും ഇന്നത്തെ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. നമ്മുടെ ഈ ശബരി കാശ് കിട്ടാത്ത മനപ്രയാസമില്ലേ? എനിക്ക് നല്ല പ്രയാസമുണ്ട് സാർ. എണ്ണണ്ട ഫുള്ള് 1000 രൂപ. അത് അടിപൊളി. ഇത് ശബരി ചോദിക്കും, സാർ ഇനി ഞാൻ എന്ന് പറഞ്ഞോ? വരുന്ന ഗസ്റ്റ് ATM ഇറങ്ങി പൈസയും കൊണ്ടേ എന്നൊരപേക്ഷയുണ്ട്. അപ്പൊ എന്തായാലും ഇന്നത്തെ ഈ ഒരു അടിപൊളി എപ്പിസോഡ് നമ്മളിവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം. സവാരി ഗിരിഗിരി ഫാന്റാസ്റ്റിക് കോമഡി.